വിശ്വാസ വെളിച്ചത്തിലേക്ക് എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെ പ്രേക്ഷകർക്ക് ലളിതമായും വസ്തുനിഷ്ഠമായും ആധികാരികമായും വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണങ്ങളെ നമുക്കായി വിശദീകരിക്കുന്നത് ആലുവ സെൻറ്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിലെ ദൈവശാസ്ത്ര അധ്യാപകനും ചിന്തകനും പണ്ഡിതനും എഴുത്തുകാരനുമൊക്കെയായ റവറൻഡ് ഡോക്ടർ വിൻസെൻ്റ് കുണ്ടുകുളം അച്ഛനാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തു. അച്ഛൻ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് വളരെ ഗഹനമായ ചിന്തകളായിരുന്നു അച്ഛൻ പങ്കുവച്ചത്. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒരു കൃതജ്ഞതയുടെ ബലിയാണ്. ഈ സൃഷ്ടവസ്തുക്കളെയും സൃഷ്ടികളെ മുഴുവൻ, പ്രപഞ്ചത്തെ മുഴുവൻ ഈ വിശുദ്ധ അൾത്താരയിലേക്ക് ആവഹിച്ച് ക്രിസ്തു തന്നെ പിതാവായ ദൈവത്തിന് അർപ്പിക്കുന്ന കൃതജ്ഞതയുടെ ബലിയാണ്. അതോടൊപ്പം തന്നെ ക്രിസ്തുവാണ് ഈ ബലി അർപ്പിക്കുന്നത്. അർപ്പകൻ ക്രിസ്തുവാണ്, ബലി വസ്തുവും ക്രിസ്തുവാണ് എന്ന് അച്ഛൻ വിശദീകരിച്ചു കഴിഞ്ഞു. അതാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നതും വിശ്വസിക്കുന്നതും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അച്ഛാ, ഈ ക്രിസ്തുവാണ് ബലി അർപ്പകരെങ്കിൽ നമ്മൾ പിന്നെ വിശ്വാസികൾക്ക് എന്ത് സ്ഥാനമാണുള്ളത്? അല്ലെങ്കിൽ വിശ്വാസികളൊക്കെ സഹ അർപ്പകരാണെന്ന് എങ്ങനെയാണത് പറയുക? ക്രിസ്തു അല്ലേ ബലി അർപ്പിക്കുന്നത്, പിന്നെ എന്താണ് ഈ വിശ്വാസികൾക്ക് അതിലുള്ള ഒരു പങ്ക്? വളരെ ആത്മീയമായ ഒരു മാനത്തിലൂടെ നോക്കിയാൽ, ഒരു മിസ്റ്റിക് അനുഭവ തലത്തിലാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. പക്ഷെ വളരെ ലളിതമായിട്ട് നമ്മളത് ജനങ്ങൾക്ക് ചിന്തിപ്പിക്കാൻ ഉള്ളൊരു വഴി, ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഓർത്തെടുത്താൽ മതി. നമ്മൾ പറയുക, ക്രിസ്തു സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. ക്രിസ്തു ശിരസ്സാണെങ്കിൽ ശരീരമാണ് സഭ. അപ്പോൾ ക്രിസ്തു ബലി അർപ്പിക്കുമ്പോൾ അത് ആ സിമ്പിളിൻ്റെ, പ്രതീകത്തിൻ്റെ അർത്ഥമാണ്. ശിരസ്സായ ക്രിസ്തു ബലി അർപ്പിക്കുമ്പോൾ ആ ശിരസ്സിനോട് കൂടെ ശരീരമുണ്ടല്ലോ, അവയവങ്ങളുമുണ്ട്. ഇപ്പം ഞാൻ ശിരസ്സാണ് നമ്മൾ ഇപ്പോഴത്തെ പുതിയ പഠനങ്ങളൊക്കെ അനുസരിച്ച്, പണ്ട് നമ്മൾ ഹൃദയത്തിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നൊക്കെ. ഇപ്പോൾ ന്യൂറോ സയൻസൊക്കെ വളരെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം എല്ലാം ബ്രെയിനിലാണ് ഈ കാര്യങ്ങളൊക്കെ ഒരുവിധം നടക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയാം. അപ്പോൾ അത് ആ നടക്കുന്ന ശിരസ് എന്നുള്ള പ്രതീകത്തിന് വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഞാൻ പറയുകയാണ്. അപ്പോൾ ഈ ശിരസ്സായ ക്രിസ്തു തല മാത്രമായിട്ട് നിൽക്കില്ലല്ലോ. ഈ തല നിൽക്കണമെങ്കിൽ ഈ ശരീരം വേണം. അപ്പോൾ സഭയാകുന്ന ഈ ശരീരത്തിൻ്റെ കൂടെ ഒരു അർപ്പണമാണ് ക്രിസ്തു നടത്തുന്നത്. വാസ്തവത്തിൽ സഭയ്ക്ക് അത് അർപ്പിക്കാനുള്ള യോഗ്യത അതിൽ തന്നെ ഇല്ല. കാരണം ഈ സഭയിലെ ഉള്ള ആളുകൾ, നമ്മൾ വിശ്വാസികൾ എല്ലാവരും ബലഹീനരും പാപികളും നന്മയുള്ളവരുമാണ്. പൂർണ്ണമായി നിഷ്കളങ്കരല്ല നമ്മൾ. അതുകൊണ്ട് ക്രിസ്തു നമുക്ക് വേണ്ടി അർപ്പിക്കുന്നു. പക്ഷെ ആ ക്രിസ്തു അർപ്പിക്കുമ്പോൾ, ക്രിസ്തു ബലിയർപ്പകനാകുമ്പോഴും ബലിവസ്തു ആകുമ്പോഴും അതിലോടൊപ്പം ക്രിസ്തുവാകുന്ന ആ ശിരസിൻ്റെ ശരീരമായ സഭയിലെ അംഗങ്ങൾ എന്ന രീതിയിൽ നമ്മളെല്ലാവരും ഒരർത്ഥത്തിൽ ബലിയർപ്പകർ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ചർപ്പിക്കുന്ന കുർബാന എന്ന് പറയുന്നത്. ഇപ്പോൾ പണ്ടൊക്കെ നമ്മുടെ ആളുകൾ ചോദിക്കുന്നത് അങ്ങനെയല്ല, എടാ നീ കുർബാന കാണാൻ പോയോ, നീ ഇന്ന് കുർബാനയ്ക്ക് പോയി, അങ്ങനെയാണ് നമ്മൾ ചോദിക്കാറ്. ഇപ്പോൾ കുറേ കൂടി കാണാൻ പോലല്ല അത്. എന്നാലും ജനങ്ങൾ നീ കുർബാന അർപ്പിച്ചോ എന്ന് ചോദിക്കണില്ല, ശരിയാണ്. പക്ഷെ നീ കുർബാനയിൽ പങ്കെടുത്തോ, കൂടിയോ? അപ്പോൾ വാക്കുകളിൽ ഒരു ഇച്ചിരി മാറ്റം വരുന്നുണ്ട്, കുറേശ്ശെ. ഈ ഒരുപക്ഷെ നമ്മൾ ഈ പഠിപ്പിക്കുന്ന വേദോപദേശത്തിൻ്റെ മതബോധനത്തിൻ്റെയൊക്കെ ആ കാര്യങ്ങൾ കുറേശ്ശെ ഉപബോധ മനസ്സിലേക്ക് കയറി ചെല്ലുന്നതുകൊണ്ടായിരിക്കാം ഭാഷയിൽ തന്നെ ഒരുപക്ഷെ ഈ വ്യത്യാസങ്ങളൊക്കെ കുറേശ്ശെ വരുന്നത്. അച്ഛനോടാണെങ്കിലും കുർബാന അർപ്പിച്ചോന്നല്ല ചോദിക്കണം, കുർബാന ചൊല്ലിയോന്ന് ചോദിക്കുള്ളൂ. അതെ, അതായത് നമ്മൾ ഈ പണ്ടത്തെ ഒരു കാഴ്ചപ്പാട് അതായിരുന്നു. അതിങ്ങനെ ചൊല്ലുവാണ്, ആരോ അർപ്പിച്ചൊരു ബലി. അത് ഒരുപക്ഷെ ഈ ക്രിസ്തുവാണ് ബലി അർപ്പകൻ എന്നുള്ള ആ കാര്യത്തെ കൂടുതൽ ഊന്നൽ നൽകി സംസാരിച്ചപ്പോൾ നമ്മൾ ക്രിസ്തു അർപ്പിക്കുന്ന ബലിയിൽ ഇങ്ങനെ വന്ന് നിൽക്കണു, അത് കാണണു എന്നൊക്കെയുള്ള ഒരു അർത്ഥത്തിലേക്ക് പോയതുകൊണ്ടായിരിക്കാം. പക്ഷെ വാസ്തവത്തിൽ ശിരസ്സായ ക്രിസ്തു ബലി അർപ്പിക്കുമ്പോൾ ആ ശിരസ്സിനോടൊപ്പം സഭയുണ്ട്. ആ സഭയിലെ അംഗങ്ങളായ എല്ലാതരം അംഗങ്ങളും ഉണ്ട്. വലിപ്പ ചെറുപ്പമില്ലാതെ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും ആ ശിരസ്സിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് പോലെ കയ്യും കാലും പോലെയുള്ള ഓരോ അവയവങ്ങളും, കരളും ഹൃദയവും മസിലുകളും എല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്നത് പോലെ തന്നെയാണ്
സഭയുടെ ഉള്ളിലുള്ള എല്ലാവരും ഒരുമിച്ചാണ് ആ കർത്താവ് ബലിയർപ്പിക്കുന്നതോടൊപ്പം ബലിയർപ്പകരുടെ ആ പട്ടികയിൽ, ആ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത്. ഇനി അങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ഈ സഭയിലെ എല്ലാ വിശ്വാസികളെന്ന് പറയുമ്പോൾ ഈ നമ്മൾ ഈ ഫിസിക്കലായിട്ട് മാത്രം കാണരുത്, നമ്പറിലുള്ള ആളുകളെ മാത്രം കാണരുത്. വാസ്തവത്തിൽ ഒരു വിശ്വാസികളിലൂടെ ഒരുമിച്ച് വിശ്വാസികൾ എല്ലാവരും ചേർന്ന് വൈദികനോടൊപ്പം ക്രിസ്തുവിൻ്റെ ബലി അർപ്പിക്കുമ്പോൾ ആ വിശ്വാസികൾ ജീവിക്കുന്ന ജീവിതങ്ങൾ കൂടി ആ ബലിയിൽ ചേരുവാണ്. ഇപ്പോൾ നമ്മൾ സിനഡാലിറ്റിയെക്കുറിച്ചൊക്കെ ഭയങ്കര ചർച്ച ഇപ്പോൾ നടക്കുവാണ്. സഭ ആയിരിക്കുന്ന ശൈലി തന്നെ ഒരു സിനഡൽ മോഡലായിരിക്കണം. സിനഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കേൾക്കുക, ലിസണിങ്, ജേണിയിങ് ടുഗദർ, ഒരുമിച്ച് യാത്ര ചെയ്യണം, പരസ്പരം കേൾക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ വിശ്വാസിയിലും പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ട്. മാമുദീസായിലൂടെയും സ്ഥൈര്യലോപനത്തിലൂടെയും മുദ്രിതമായ ആ ക്രിസ്തുവിൻ്റെയും ത്രിത്വക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള നിമന്ത്രണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ആ വെളിപ്പെടുത്തലുകൾ ഈ സഭയാകുന്ന ശരീരത്തിൻ്റെ ഒരു സെല്ല് തന്നെയാണ് ഓരോ വിശ്വാസിയും, ഓരോ കോശമാണത്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ കേൾക്കപ്പെടണം, ഒരുമിച്ച് അറിയപ്പെടണം, നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യണം എന്നൊക്കെ പറയുന്നതിൻ്റെ പുറകിൽ വാസ്തവത്തിൽ നടക്കുന്നത് എന്താണ്? ഒരു വിശ്വാസിയാണ് വാസ്തവത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുന്നത്. കാരണം വൈദികർ ഒരു പ്രത്യേകമായ ധർമ്മമാണ് ചെയ്യുന്നത്. അവരെ ലോകത്തിലെ എല്ലാ വ്യാപാരങ്ങളിലും പോയി ഇടപെടുന്നില്ല. അവർ ദൈവികമായ അല്ലെങ്കിൽ മതാത്മക അനുഷ്ഠാനപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ പ്രത്യേകം നിയോഗിക്കപ്പെട്ടതുകൊണ്ട് അവരുടെ കൂടുതലും ശ്രദ്ധ വരുന്നത് ഈ ദൈവിക കുദാശ പരികർമ്മങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, കുദാശാരങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശ്വാസിയുടെ ദൈവത്തിൻ്റെ പക്കലേക്കുള്ള യാത്രയുടെ ഒരു മീഡിയേഷനായിട്ട് നിൽക്കുകയാണ്. പക്ഷേ വാസ്തവത്തിൽ ലോകത്തിലെ എല്ലാ മൂക്കും മൂലയിലും, എല്ലാ ജീവിതത്തിൻ്റെ വ്യാപാരങ്ങളിലും, ഓരോ ജീവിതത്തിൻ്റെ അവസ്ഥകളിലും കടന്നു ചെല്ലുന്നത് വാസ്തവത്തിൽ ആരാണ്? അൽമായരാണ്. അതെനിക്ക് തോന്നുന്നു വത്തിക്കാൻ സുനകദോസിലെ സഭാധുനിക ലോകത്തിലുള്ള പ്രമാണരേഖയിൽ വളരെ കൃത്യമായും വ്യക്തമായും പറയുന്നുണ്ട്, ഈ ലോകത്തിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കേണ്ടത് 99% വരുന്ന അൽമായരാണ്. അവരെ അതിന് പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ശുശ്രൂഷ പൗരോഹിത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ചെയ്യുന്നത്. അപ്പോൾ ഒരു അധ്യാപകൻ, അല്ലെങ്കിൽ ഒരു എൻജിനീയർ, അല്ലെങ്കിൽ ഒരു കച്ചവടം ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു കർഷകൻ, അല്ലെങ്കിൽ ഒരു വണ്ടി ഓടിക്കുന്നവൻ, ഓരോരുത്തരും ചെയ്യുന്ന സേവനം ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനെ, ഈ സമൂഹത്തിൻ്റെ, സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന്, വളർച്ചയ്ക്ക്, പുരോഗതിക്ക്, നേട്ടങ്ങൾക്ക്, മനുഷ്യന് സമാധാനവും സന്തോഷവും കിട്ടാൻ, സമത്വം കിട്ടാൻ, തുല്യത ഉണ്ടാകുന്നത് പോലെ തന്നെ സമാധാനവും ഐശ്വര്യവും വരാൻ, വികസനം ഉണ്ടാകാൻ, അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ, ഇതിനൊക്കെ വേണ്ടിയാണ് ഓരോ ആൾക്കാരും നമ്മുടെ ഒരു ബ്യൂറോയിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസിലായാലും സാധാരണ ഒരു കട്ടൻ ചായ വിൽക്കുന്ന തട്ടുകടയിലുള്ളവനായാലും എല്ലാവരും ചെയ്യുന്നത് വാസ്തവത്തിൽ ഈ പ്രപഞ്ചത്തിലുള്ള ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഓരോ കൊച്ചു ഭാഗങ്ങളാണ്. ഇങ്ങനെ ചെയ്യുന്ന എല്ലാ ജീവിതത്തിൻ്റെ വശങ്ങളെയും ഈ ഉൾച്ചേർക്കുന്നു എന്നുകൂടിയുണ്ട്. നമ്മളും ബലിയർപ്പകരാണ്. അതായത് ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് ചേർത്ത് നമ്മുടെ ഈ ജീവിതവും സമർപ്പിക്കുകയാണ്. നമ്മൾ സഹാർപ്പകരാണ്. നമ്മുടെ ജീവിതം മാത്രമല്ല, നമ്മൾ ഇടപെടുന്ന വ്യാപാരങ്ങളും ഈ ലോകത്തിലെ എല്ലാ സാമൂഹിക ജീവിതവും അതിൻ്റെ ഈ ബലിയുടെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു വേറൊരു ചിന്ത കൂടി ഉണ്ടല്ലോ അച്ഛാ. നമ്മൾ ഈ മാമോദീസായിലൂടെ സഭ പറയുന്നു, പഠിപ്പിക്കുന്നു, മാമോദീസായിലൂടെ നമ്മൾ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ എല്ലാ വിശ്വാസികളും പങ്കുപറ്റുന്നു. അതാണ് കോമൺ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്നതിലൂടെ ഈ ബലിയിലും നമ്മൾ പങ്കുപറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ വിശ്വാസികളും ബലിയർപ്പകരാണ്. അർത്ഥത്തിൽ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്നതാണ്. ബിജു സാർ പറഞ്ഞതുപോലെ മാമോദീസായുടെ ത്രിവിധ ധർമ്മങ്ങൾ, പ്രീസ്റ്റ്ലി, കിങ്ലി അല്ലെങ്കിൽ റോയൽ ആൻഡ് പ്രൊഫറ്റിക്. അപ്പോൾ പഠിപ്പിക്കുക, പ്രബോധനത്തിൻ്റെ വരം എല്ലാ മനുഷ്യനും ഉണ്ട്, എല്ലാ വിശ്വാസിക്കും ഉണ്ട്. അതുപോലെ നയിക്കാനുള്ള, വാസ്തവത്തിൽ ഈ ദൈവരാജ്യം നയിക്കുക, ദൈവരാജ്യത്തിലേക്ക് ലോകത്തെ നയിക്കുക എന്നുള്ള കർമ്മം വാസ്തവത്തിൽ അൽമായരാണ് ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തിൻ്റെ തലങ്ങളിലെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നവനാണ്.
ഒരു ഓഫീസിൽ വരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനെ ഒരു സർട്ടിഫിക്കറ്റ് അവൻ 5 പ്രാവശ്യം നടത്താതെ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അതുപോലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ആ മനുഷ്യന് വേണ്ടിയുള്ള രക്ഷാകര പദ്ധതിയുടെ ഒരു പൂർത്തീകരണത്തിൻ്റെ ഒരു ബാഹ്യമായ ലൗകികമായ ഒരു ആവിഷ്കാരമാണ് അവിടെ ആ മനുഷ്യൻ ചെയ്യുന്നത്. അതുകൂടി ഇതിൽ ചേർക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാവരും ബലിയർപ്പിക്കുമ്പോൾ നടക്കുന്നത്. അപ്പോൾ അച്ഛനിപ്പോൾ വിശദീകരിച്ചത് നമ്മൾ ക്രിസ്തു അർപ്പകനാണെങ്കിലും നമ്മളെല്ലാവരും സഹ അർപ്പകരാണ്. ക്രിസ്തു തൻ്റെ ജീവിതം സമർപ്പിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് ചേർത്ത് നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും നമ്മളുമായി ഇടപെടുന്നവരെയും ബന്ധപ്പെടുന്നവരെയും എല്ലാവരെയും ഈ ബലിവേദിയിൽ വെച്ച് സമർപ്പിച്ച് നമ്മൾ ആ ബലിയോട് ചേരുകയാണ്. അപ്പോൾ അച്ഛൻ അങ്ങനെയാണെങ്കിൽ ഒരു സംശയമുള്ളത്, പൊതുവേ ഈ വിശ്വാസികളൊക്കെ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കാറ്റഗിസം ക്ലാസ്സിൽ കുട്ടികളും ചോദിക്കാറുണ്ട്. ഈ വിശുദ്ധ കുർബാന ക്രിസ്തു അർപ്പിക്കുന്നു, നമ്മളൊക്കെ സഹർപ്പകരാണ്, നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ പൗരത്തിൽ പങ്കുപറ്റുന്നെങ്കിൽ വിശുദ്ധ കുർബാനയിൽ ഈ മാർപ്പാപ്പയെയും മെത്രാന്മാരെയും മാത്രം ഇങ്ങനെ പ്രത്യേകമായിട്ടൊരു അനുസ്മരിക്കുന്നത് ശരിയാണോ, അല്ലെങ്കിൽ എന്താണ് അതിന് കാരണം? അത് ഒരുപക്ഷെ ഈ സഭയുടെ അത് നല്ലൊരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു ചില കുർബാനകളിൽ 2 പ്രാവശ്യം മാർപ്പാപ്പയ്ക്കും വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ തലവന് വേണ്ടി, നമ്മുടെ ഓരോ പ്രാദേശിക സഭയുടെ തലവന്മാരായിരിക്കുന്ന ബിഷപ്പുമാർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഒരർത്ഥ ഈ സഭയുടെ മൊത്തം പ്രതിനിധീകരിക്കാൻ അല്ലെങ്കിൽ സഭയുടെ ഹെഡ് എന്ന രീതിയിൽ ഓർക്കുന്നതാണ് അത് മെയിനായിട്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊരു പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു സമുദായത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളെയാണ് നമ്മൾ ഓർക്കുന്നത്. അപ്പോൾ സഭയാകുന്ന ഗാത്രം, സഭയാകുന്ന ആ ശരീരം, ആ സഭയാകുന്ന ശരീരത്തിൻ്റെ ഏറ്റവും ഉന്നതങ്ങളിൽ നമ്മൾ നിൽക്കുന്ന, ക്രിസ്തുവായിട്ട് ഐക്യപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ. അതുപോലെ ഓരോ സഭയ്ക്കും ആ സഭയുടേതായ ഹെഡുകളുണ്ട്. ലോക്കൽ പ്രാദേശിക സഭകൾക്ക് ആ സഭകളുടെ ഹെഡാണ് അപ്പസ്തോലന്മാരുടെ കൈവയ്പ് മൂലം അതിൻ്റെ പിന്തുടർച്ച പിൻപറ്റുന്ന മെത്രാന്മാർ. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നതിലുപരി വാസ്തവത്തിൽ നടക്കുന്നത് ആ മൊത്തം സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, വിശ്വാസ സമൂഹത്തിന് വേണ്ടി മുഴുവൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ ഒരു പ്രതിനിധി എന്ന രീതിയിലാണ് ദ യൂണിവേഴ്സൽ ഡൈമെൻഷൻ ഓഫ് ദ ചർച്ച്, സാർവത്രികമായ ആ സഭയുടെ മാനത്തെയാണ്, ഐക്യത്തെയാണ്. മാനം പോലെ തന്നെയാണ് ഐക്യവുമാണ്. ഒരു ഐക്യത്തിൻ്റെ പ്രതീകമാണ് ഒരു സഭയുടെ തലവൻ. അപ്പോൾ ആ അർത്ഥത്തിലും കൂടിയാണ് നമ്മൾ അങ്ങനെ അർപ്പിക്കുന്നത്. അപ്പോൾ നേരത്തെ ബിജു ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഞാനൊരു കാര്യം കൂടി നേരത്തെ ചോദ്യത്തിനോട് ചേർത്ത് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. വാസ്തവത്തിൽ ഈ മാർപ്പാപ്പയാകട്ടെ മെത്രാനയാകട്ടെ ഈ പേരുകളൊക്കെ നമ്മൾ എടുത്തു പറയുമ്പോൾ സാർവത്രികമായ മാനമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാർവത്രികമായ മാനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ അവരെല്ലാവരും ചെയ്യുന്ന ശുശ്രൂഷയ്ക്കും ഒരു കുർബാനാനന്തര അർത്ഥമുണ്ട്. നമ്മൾ അവരുടെ പേര് പറഞ്ഞ് നമ്മൾ അർപ്പിക്കുമ്പോൾ, ഇപ്പോൾ ഉക്രൈൻ റഷ്യ സംഘർഷം നടക്കുന്നു. അപ്പോൾ പരിശുദ്ധ പിതാവ് വളരെ പെട്ടെന്ന് വിമല ഹൃദയത്തിന് ഉക്രൈനെയും അതുപോലെ റഷ്യയൊക്കെ സമർപ്പിച്ച് ലോക സമാധാനത്തിന് വേണ്ടി ലോക മനസ്സാക്ഷിയെ ഉണർത്തുന്ന ഒരു കർമ്മം ചെയ്യുന്നുണ്ട്. അപ്പം പരിശുദ്ധ പിതാവ് അത് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ നാടുകളിലെല്ലാം അന്ന് എനിക്ക് തോന്നുന്നു പാർത്തകിയാർക്കീസ് കൂടി ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഇങ്ങനൊരു പ്രവൃത്തി പരിശുദ്ധ പിതാവ് ചെയ്യുമ്പോൾ വാസ്തവത്തിൽ പരിശുദ്ധ പിതാവിൻ്റെ ഒരു കുർബാനാനന്തര ബലിയാണത്. പരിശുദ്ധ പിതാവും കുർബാന അർപ്പിക്കുന്നുണ്ട്. 3/4 മണിക്കൂറിൽ തീരുന്ന ലത്തീൻ കുർബാനയായിരിക്കും പരിശുദ്ധ പിതാവ് അർപ്പിക്കുന്നത്. പക്ഷേ ആ കുർബാന അവിടെ തീരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധ പിതാവിൻ്റെ കുർബാനാനന്തര ബലിയുടെ ഒരു ഭാഗമാണ് ലോക സമാധാനത്തിന് വേണ്ടി അദ്ദേഹം ഉയർത്തുന്ന ഈ ശബ്ദം, അദ്ദേഹം നടത്തുന്ന മറ്റൊരു കർമ്മം, ലോക നേതാക്കൾക്ക് നൽകുന്ന ഉപദേശങ്ങൾ, അദ്ദേഹം ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ഇപ്പം അല്ലെങ്കിൽ ലൗദാത്തോ സി എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്റ് അദ്ദേഹം ഇറക്കി ഇല്ലേ, പ്രപഞ്ചത്തെ സംരക്ഷിക്കേണ്ട കാര്യം. ഇത് പറയുമ്പോഴും വാസ്തവത്തിൽ നടക്കുന്നത് ഈ കുർബാനാനന്തര ബലി. അത് വലിയൊരു അർത്ഥമാണ്. കാരണം ഈ ലത്തീൻ കുർബാനയിലാണ് ദ മാസ് ഈസ് എൻഡഡ്, ഗോ ഇൻ പീസ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. കുർബാന കഴിഞ്ഞു, നിങ്ങളെ ഞാൻ അയക്കുന്നു. അത് ലാറ്റിനിൽ ആദ്യം ഉപയോഗിച്ചിരുന്നത് ഈത്തെ മിസ എസ്ത് എന്നാണ്. ഈത്തെ മിസ എസ്ത്, പോവുക, നിങ്ങളെ ഞാൻ നിയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ബലി അവിടെ ആ കൗദാശിക അർപ്പണ പൂർത്തിയായിട്ടുള്ളൂ. ഇനി തുടരാനുണ്ട്, ബലി തുടരാനുണ്ട്.
അപ്പോൾ അങ്ങനെ തുടരുന്ന ആ പ്രക്രിയ നമ്മളെല്ലാവരും ചെയ്യണം. അങ്ങനെ നമ്മളെല്ലാവരും ചെയ്യുന്ന പ്രക്രിയയുടെ ഒരു പ്രതീകം കൂടിയാണ് മെത്രാൻ മാർപ്പാപ്പ. ഇപ്പോൾ നമ്മുടെ ഒരു രൂപതയിൽ ഒരുപാട് ഓരോ ഇടവകളിലൂടെ വിശ്വാസികളും വൈദികരും സന്യാസിനികളും എന്തെല്ലാം സുവിശേഷ പ്രഘോഷണം അല്ലെങ്കിൽ പരോപകാര ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്ന പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. ആ പ്രവർത്തനങ്ങളെ മുഴുവൻ ഈ ബലിയിൽ ചേർക്കാൻ നമുക്ക് ആ പിതാവിൻ്റെ പേര് ഓർക്കുമ്പോഴും പരിശുദ്ധ പിതാവിൻ്റെ പേര് ഓർക്കുമ്പോഴും കൂടെ ഞാൻ സാധിക്കൂ എന്ന് പറയുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ ഇവരുടെ പേരുകളൊക്കെ പറയുന്നത്, ഞാൻ പറഞ്ഞു വരുന്നത് അവരുടെ വ്യക്തിപരമായ ഒരു മേന്മയ്ക്ക് വേണ്ടി മാത്രമല്ല പറയുന്നത്. തീർച്ചയായിട്ടും അവർ വലിയ ഉത്തരവാദിത്വം വഹിക്കുന്നുണ്ട്. സാധിക്കാത്ത അത്രയും വലിയ ഭാരമാണ് അവർ വഹിക്കുന്നത്. ദൈവികമായ ഉത്തരവാദിത്വമാണ് അവർക്കുള്ളത്. അതിനവർക്ക് കൃപ നൽകണമേ എന്ന് നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ആ ധർമ്മം അവർ കുർബാനാനന്തരമായിട്ട് നിറവേറ്റി ഈ ലോകത്തിന് വേണ്ടി രക്ഷണീയ കർമ്മങ്ങൾക്ക് വേണ്ടി അവർ ചെയ്യുന്ന ആത്മീയ കാര്യങ്ങളുടെ മുഴുവൻ പ്രതിനിധി എന്ന രീതിയിൽ ദൈവമേ അവരെ കാക്കണമേ, ഞങ്ങളുടെ ഈ ബലി ഈ സഭകളുടെ മുഴുവൻ കൃതജ്ഞതാ സ്തോത്രമായി തീരാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ എന്നാണ് നമ്മളവിടെ പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓരോ ബലിയും എന്ന് പറയുന്നത് അത് സഭയിൽ നടക്കുന്നതാണ്. അപ്പോൾ സഭയിൽ നടക്കുന്നതായതുകൊണ്ട് തന്നെ സഭ മുഴുവൻ ആ ബലിയിൽ പങ്കുചേരുകയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് ലോകം മുഴുവന് വേണ്ടി കൂടിയാണ് ഇപ്പോൾ ബലി അർപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സഭയാകുന്ന ആ ഗാത്രം, സഭാഗാത്രം മുഴുവൻ അതിൽ പങ്കെടുക്കുമ്പോൾ സഭയുടെ ദൃശ്യതലവൻ എന്ന നിലയിൽ മാർപ്പാപ്പയെ ഓർക്കുന്നു. പ്രാദേശിക സഭ മുഴുവൻ അതിൽ പങ്കുചേരുന്നു എന്ന അർത്ഥത്തിൽ മെത്രാനെ അനുസ്മരിക്കുന്നു. അപ്പോൾ മെത്രാൻ ഒരു പ്രതിനിധിയാണ് ആ ഒരു പ്രാദേശിക സമൂഹത്തിൻ്റെ മുഴുവൻ. മാത്രമല്ല ഈ മെത്രാൻ വാസ്തവത്തിൽ ഈ കുർബാന ഓരോ അച്ഛന്മാർ അർപ്പിക്കുന്നുണ്ടെങ്കിലും മെത്രാനാണ് ശരിക്കും അതിൻ്റെ ആധികാരികമായി ആദരിക്കാനുള്ള ചുമതല. അപ്പോൾ ഉത്തരവാദിത്വം വാസ്തവത്തിൽ മെത്രാൻ്റെയാണ്. അതുകൊണ്ടാണ് അച്ഛന്മാർക്ക് പത്തേന്തി കൊടുക്കുക എന്നൊക്കെ പറയും. ഞാൻ ഓർക്കുന്നുണ്ട്, പട്ടം കഴിഞ്ഞ ഉടനെ കുണ്ടോളം പിതാവ് അവിടെ നിന്ന് അച്ഛനെ കുർബാന ചെല്ലാൻ അനുഭവിച്ചിരിക്കുന്നു എന്നൊരു കാര്യം കൂടി പറയും. അത് കഴിഞ്ഞാൽ പിന്നെ കുമ്പസാരം നടത്താനുള്ള ഇത് തരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ ഓരോ പ്രാവശ്യം അപ്പോയിൻമെൻറ്റ് കൊടുക്കുമ്പോൾ ഒരു ഇടവകയിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊടുക്കുമ്പോൾ ഒരു 10 തീയതി കൊടുത്തു വിടുമ്പോൾ അതിൽ പറയുന്നുണ്ട് ഇന്ന ചാർജുകൾ എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് ശരിക്ക് അപ്പസ്തോലന്മാരുടെ ആ കയ്യൊപ്പ് വഴി പിൻപറ്റുന്ന ആ വിശുദ്ധ ബലി അർപ്പിക്കാനുള്ള ആ ആദ്യവും മെത്രാന്മാർ അവരുടെ അപ്പസ്തോലന്മാരാണല്ലോ അർപ്പിച്ചിരുന്നത്. ആ ഉത്തരവാദിത്വം മെത്രാനിലാണ്. ആ മെത്രാന് വേണ്ടിയാണ്, പകരക്കാരനായിട്ടാണ് ഓരോ വൈദികനും ഓരോ പൗരോഹിത്യത്തിന്റെ പരിപൂർണത എന്ന് പറയുന്നത് മെത്രാൻ പട്ടത്തിലാണ്. അതെ. അപ്പോൾ ആ പൗരോഹിത്യം കൈമാറ്റം അച്ഛന്മാർക്ക് കൈവയ്പിലൂടെ കൊടുക്കുന്നത് വഴി ഈ വിശുദ്ധ കുർബാനയിൽ അധ്യക്ഷനാകാനുള്ള ഒരു അധികാരമാണ് മെത്രാൻ അച്ഛന്മാർക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ തീർച്ചയായിട്ടും അങ്ങനൊരു അർത്ഥം കൂടി അതിനുണ്ട്. നമ്മൾ ഈ മെത്രാനാണ് യഥാർത്ഥത്തിൽ ഈ ബലിയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്നുള്ള കാര്യം കൂടി അതിൽ നമ്മൾ ഓർമ്മിക്കും. അപ്പോൾ അച്ഛൻ അങ്ങനെയാണെങ്കിൽ ഈ ബലി വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് എല്ലാവരും ഇപ്പോൾ ഇവിടെ വിശദീകരിച്ചു. ക്രിസ്തു അർപ്പിക്കുന്നു, നമ്മൾ സഹാർപ്പകരാണ്, നമ്മൾ മെത്രാനെയും മാർപ്പാപ്പയൊക്കെ അനുസ്മരിക്കുന്നത് ഈ സഭ മുഴുവൻ അതിൽ പങ്കുചേരുന്നു എന്ന അർത്ഥത്തിലൊക്കെയാണ്. അപ്പോൾ ഓരോ കുർബാനയും എല്ലാവർക്കും വേണ്ടി എല്ലാവരാലും അർപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കുർബാനയിൽ ഒരു പ്രത്യേക നിയോഗം വെച്ച് നമ്മൾ കുർബാന അർപ്പിക്കുന്നത്. ഇപ്പോൾ ആരെങ്കിലും മരിച്ചിട്ട് ആ മരിച്ച ആൾക്കുടെ പേര് അതിനുവേണ്ടി കുർബാന അർപ്പിക്കുന്നത്, അങ്ങനെ ആ ഒരു നിയോഗത്തിന് എന്തുമാത്രം ഫലപ്രാപ്തിയുണ്ട്, എന്തുമാത്രം അത് ഇതുമായി ചേർന്ന് പോകുന്നു എന്നുള്ളതൊന്ന് പറയാമോ? അതെ, സമഗ്രമായിട്ടുള്ളൊരു വീക്ഷണം അതെ ഉണ്ടായില്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് വളരെ ഇന്ന് നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും പരസ്പരം മനസ്സിലാവാത്ത പോലെ ആളുകൾക്ക് തോന്നാം. ഇപ്പോൾ നമ്മൾ ക്രിസ്തു അല്ലേ ബലിയർപ്പിക്കുന്ന ബലിവസ്തു, പിന്നെ എങ്ങനെയാണ് നമ്മൾ ബലിയർപ്പകരാകുന്നത്, നമ്മൾ ബലിവസ്തുക്കളാകുന്നത് എന്നൊക്കെയാണല്ലോ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ നമ്മൾ സഭാ ശരീരവുമായിട്ടുള്ള ക്രിസ്തുവിൻ്റെ ബന്ധം പറഞ്ഞപ്പോൾ നമുക്കത് ഒരുവിധം ക്ലിയറായി എന്ന് വിചാരിക്കണം. അതുപോലെ അപ്പോൾ എന്തിനാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ മാർപ്പാപ്പയ്ക്കും മെത്രാൻ എന്തിന് ഇത്ര സ്ഥാനം, എല്ലാവരും കൂടിയല്ലോ. അപ്പോൾ അവിടെയും നമ്മൾ അതിൻ്റെ പ്രാതിനിധ്യ സ്വഭാവം, മെത്രാൻ്റെയും മാർപ്പാപ്പയുടെയും പ്രാതിനിധ്യ സ്വഭാവവും ഈ കുർബാനാനന്തര ജീവിതം ഈ സഭയുടെ മക്കൾ എല്ലായിടത്തും ചെയ്യുന്നതിൻ്റെ പ്രതീകമായിട്ട് കൂടിയാണ് അവർ ഓർക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്കതുപോലെ ക്ലിയറായി. അതുപോലെ അപ്പോൾ നമ്മൾ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനും ചില ആൾക്കാർ പ്രത്യേകം പൈസ കൊടുത്ത് നിയോഗങ്ങൾ വെച്ച് നമ്മൾ എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്താ ഒരാൾക്ക് വേണ്ടി പ്രത്യേകമായ ഒരു ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് നമ്മുടെ ആളുകൾ ചിന്തിച്ചേക്കാം. അത് മനസ്സിലാവണമെങ്കിൽ നമ്മളൊരു കാര്യം ഓർത്ത് വെച്ചാൽ മതി. ഈ ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യപ്പെടുമ്പോൾ, അതായത് വിശുദ്ധ കുർബാന എന്ന് പറയുന്ന ആ വലിയ മഹാരഹസ്യത്തിൽ
ആ കൂദാശ പരികർമ്മം ചെയ്യപ്പെടുമ്പോൾ അൾത്താരയിൽ വരുന്നത് ആരാണ്? യേശു തന്നെയാണ്. യേശു എന്ന ബലിയർപ്പകനും യേശു എന്ന ബലിവസ്തുവും അവിടെ യാഥാർത്ഥ്യമായതാണ്. ആ യാഥാർത്ഥ്യമാകുന്ന മോമെൻറ്റിലാണ് നമ്മൾ ഈ സഭ എല്ലാവരും കൂടിയാണ് എല്ലാവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെങ്കിലും നമുക്ക് പ്രത്യേകമായി ഓർക്കാനുള്ള ഒരു കാര്യം അവിടെ വയ്ക്കുന്നത്. ഏറ്റവും വിശുദ്ധമായ ഒരു സമയത്ത് ക്രിസ്തു തന്നെ നമ്മുടെ മുന്നിൽ അവതീർണമാകുന്ന ആ സമയത്ത് നേരിട്ട് നമ്മൾ ഈ ആളുടെ കാര്യം അതിനോട് ചേർത്ത് വയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലദായകത്വം ആ വ്യക്തിക്ക്, ഇപ്പോൾ മരിച്ചുപോയ ഒരാത്മാവ്, അദ്ദേഹത്തിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അദ്ദേഹത്തിൻ്റെ പോരായ്മകളിൽ നിന്ന് അപ്പോൾ അങ്ങനെ ഈ ദൈവത്തിലേക്ക് പൂർണ്ണമായി ഐക്യപ്പെടാനുള്ള വിശുദ്ധീകരണ ഡിവിനൈസേഷൻ പ്രോസസ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആത്മാവിനെ നമ്മൾ പ്രത്യേകമായിട്ട് ഈ വിശുദ്ധ കുർബാനയിൽ കർത്താവ് രൂപമാറ്റം സംഭവിച്ച് നമ്മുടെ ഇടയിൽ സന്നിഹിതമാകുന്ന രീതിയിൽ നമ്മൾ സ്നേഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഓർക്കൂലോ. കാരണം മാത്രമല്ല, ഈ മരിച്ചുപോയ ആൾക്കാരും മരിച്ച വിശ്വാസികളും എന്തിലുണ്ട്? സഭയിലുണ്ട്, ഇല്ലേ? അങ്ങനെ നമ്മൾ സഹനസഭ, സമരസഭ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? 3 തരത്തിൽ സഭ. മുമ്പൊരു ഏതൊരു എപ്പിസോഡിൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ലോകത്തിലുണ്ട്, സ്വർഗത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരുണ്ട്, മരിച്ചുപോയ ആത്മാക്കളുണ്ട്. ഇവരെല്ലാവരും ചേരുന്നതാണ് സഭ. അപ്പോൾ നമ്മളെ മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മളെ തന്നെ അർപ്പിക്കുന്ന ഈ വേദിയിലെ, ക്രിസ്തുവിനെ അർപ്പിക്കുന്ന വേദിയിലെ നമുക്കൊരു പ്രത്യേകമായി ഓർക്കാനുള്ള അദ്ദേഹവും ഈ സഭയിൽ പെട്ടത് തന്നെയാണ്. അദ്ദേഹത്തിനെ ഒരു പ്രത്യേകമായി സ്മരിച്ച് അർപ്പിക്കുമ്പോൾ അതിനൊരു ഫലം കൂടുതലാണ്, ഫലദായകത്വം കൂടുതലാണ്. ആ ദിവ്യമായ സമയത്ത് നമ്മളവിടെ ചെന്നും അതിനോട് ചേർത്ത് ഈ ആളുടെ പേര് കൂടി അനുസ്മരിക്കുമ്പോൾ. എനിക്ക് ഇത് ഓർക്കുമ്പോൾ നമ്മുടെ കത്തോലിക്ക സഭയിൽ നിന്ന് ഈ പ്രൊട്ടസ്റ്റൻ്റ് സഭയിലേക്ക് പോയ, പെന്തക്കോസ്ത് സഭയിലേക്ക് പോയ ഒരു ആൾ, അദ്ദേഹം എന്നെ ഒന്നെങ്ങനെയെങ്കിലും പെന്തക്കോസ്താക്കാൻ പറ്റുമെന്നൊക്കെ നോക്കി കുറേ പരിശ്രമിച്ചാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ മരിച്ചവർക്ക് വേണ്ടി നമ്മളിങ്ങനെ കുർബാന അർപ്പിക്കുന്നത് തെറ്റാണ്, അത് പാടില്ല, അത് ഒരു പ്രയോജനം കിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ലേ? നിങ്ങളുടെ പ്രാർത്ഥനാ സമ്മേളനത്തിൽ പ്രാർത്ഥിക്കില്ല? ഞങ്ങൾ മറ്റവർക്ക് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ഇന്നയാളുടെ ഇത് കിട്ടാനൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന ഫലം കിട്ടുമോ, കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ ഇഷ്ടംമാതിരി ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ജീവിച്ചിരിക്കുന്ന വേറൊരാളെ നമുക്ക് പ്രാർത്ഥിക്കാമെങ്കിൽ, പ്രാർത്ഥിച്ചപ്പോൾ ഫലം കിട്ടുമെങ്കിൽ, നമ്മൾ വിശ്വസിക്കുന്നു ഈ സഭ എന്ന് പറയുന്നത് മരിച്ചവരും കൂടി ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് മറ്റൊരാൾക്ക് ഗുണം കിട്ടുമെങ്കിൽ തീർച്ചയായും കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് ഏറ്റവും വലിയ പ്രാർത്ഥന വിശുദ്ധ കുർബാനയാണ്. ആ വിശുദ്ധ കുർബാന മറ്റൊരാൾക്ക് വേണ്ടി അർപ്പിക്കുമ്പോൾ തീർച്ചയായും ഗുണം കിട്ടുമെന്നുള്ളൊരു വിശ്വാസം നമുക്ക് വേണ്ടേ? അത് കാരണം ശരിക്കും വിശുദ്ധ കുർബാനയിൽ നമ്മളത് അവിടെ നടക്കുന്ന സാരാംശഭേദം അതും മനസ്സിലാക്കുമ്പോഴാണ് നമുക്കത്. കാരണം ഈ ക്രിസ്തുവിൻ്റെ വെറുതെ ഒരു പ്രതീകമായിട്ട് ക്രിസ്തുവിൻ്റെ ഒരു സാന്നിധ്യം മാത്രമല്ല ഉള്ളത്. നമ്മുടെ മുന്നിലുള്ള അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്ന ആ അപ്പത്തിൻ്റെ രൂപത്തിലുള്ള ആ പ്രതീകത്തിൽ വാസ്തവത്തിൽ ക്രിസ്തു തന്നെ സത്താപരമായിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറും ബാഹ്യമായ ചില അംശങ്ങളോ ചില ഗുണങ്ങളോ മാത്രമല്ല, അത് ആ വ്യക്തി തന്നെയാണ്, ആ വ്യക്തിയുടെ അസ്തിത്വാത്മകമായിട്ടുള്ള സാന്നിധ്യമാണ്. അപ്പോൾ ഈ അപ്പവും വീഞ്ഞും ഇങ്ങനെ കുർബാനയായി മാറിക്കൊണ്ടിരിക്കുന്ന ആ അവസരത്തിൽ വാസ്തവത്തിൽ ക്രിസ്തു തന്നെ അവിടെ പൂർണ്ണമായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരാളെ ഓർക്കുക, ഇപ്പോൾ നമ്മുടെ ആൾക്കാർ അച്ഛാ കുർബാനയിൽ പ്രാർത്ഥിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ കുർബാനയിൽ വെച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിൻ്റെ വിശ്വാസപരമായ കാര്യം അതാണ്. അല്ലെങ്കിൽ അച്ഛൻ പ്രാർത്ഥിക്കണം എന്ന് പറയണതും അച്ഛൻ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയണതിൻ്റെ അർത്ഥം എന്താണ്? ഏറ്റവും ദിവ്യമായ ക്രിസ്തു തന്നെ പൂർണ്ണമായി സന്നിഹിതമാകുന്ന ആ നിമിഷത്തിൽ നമ്മൾ കർത്താവിൻ്റെ മുന്നിൽ വയ്ക്കുന്ന അതിലെ വാസ്തവത്തിലെ കർത്താവിന് ഇപ്പോൾ എപ്പോൾ പ്രാർത്ഥിച്ചാലും അറിയാലോ എന്നൊക്കെ വെച്ചാൽ ഒക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ അതിന് കൊടുക്കുന്ന മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ സഹകരിക്കുന്ന നമ്മുടെ ആഗ്രഹത്തെ നമ്മളെ തന്നെ പൂർണ്ണമായി അതിന് നൽകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് വിശുദ്ധ കുർബാനയിൽ മരിച്ചുപോയവരെ സ്മരിക്കുക. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിനോട് ചേർത്ത് വയ്ക്കാനായിട്ട് ഉള്ള ഒരു അവകാശമാണ്, അവസരമാണ്, ഭാഗ്യമാണ് നമുക്ക് അത് ലഭിക്കുന്നത്. ഓക്കെ അച്ഛാ, വളരെ നന്ദി. ഏതായാലും നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. അപ്പോൾ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങൾ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ നമ്മൾ പഠിപ്പിക്കുന്ന നമ്മുടെ വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് വളരെ ലളിതമായി അച്ഛൻ അവതരിപ്പിച്ചതിന് പ്രത്യേകം നന്ദി. ഓരോ വിശുദ്ധ കുർബാനയും ക്രിസ്തുവിൻ്റെ കുദാശയാണ്.
ക്രിസ്തുവിൻ്റെ ബലിയാണ്. ഒപ്പം അത് നമ്മുടെ ബലിയും കൂടിയാണ്. ജനജീവിതത്തിൻ്റെ കുദാശ കൂടിയാണ് ഓരോ വിശുദ്ധ കുർബാനയും. ക്രിസ്തുവിൻ്റെ പൊതുവായ പൗരോഹിത്യത്തിൽ അംഗമായിക്കൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയിലും വിശ്വാസികൾ സഹ അർപ്പകരാണ്. ആ അർത്ഥത്തിൽ കുർബാന ക്രിസ്തുവിനോടൊപ്പം നമ്മളും അർപ്പിക്കുന്നു എന്നൊരു തിരിച്ചറിവ് വിശുദ്ധ കുർബാനയെ കൂടുതൽ അനുഭവവേദ്യമാക്കുവാൻ നമുക്കിടവരുത്തട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.